നമസ്കാരം. നമ്മുടെ പ്രവൃത്തികളാണ് നമുക്ക് മറ്റുള്ളവർ മാന്യത തരണോ എന്നുള്ള കാര്യം തീരുമാനിക്കേണ്ടത്. സകല വൃത്തികേടുകളും കാണിച്ച് സകല തെമ്മാടിത്തരങ്ങളും കാണിച്ച് എനിക്ക് ബഹുമാനം തരണം എന്ന് പറഞ്ഞ് നിർബന്ധം പിടിച്ചാൽ അത് സംഭവിച്ചു കൊള്ളണമെന്നില്ല. ആൾക്കാർ കാലുമടക്കി തൊഴിക്കും. അതാണ് നിലവിലെ സ്ഥിതി. എന്തായാലും അതൊരു യാഥാർത്ഥ്യം കൂടിയാണ്. എന്തായാലും പിണറായി വിജയൻ ഈ പാർട്ടിയെ ഇത്രയധികം അധപ്പതിപ്പിച്ചതിനു പിന്നിൽ, ഈ സംസ്ഥാനത്തെ ഇത്രയധികം തകർത്തെറിഞ്ഞതിനു പിന്നിൽ പിണറായി വിജയൻ എന്ന വ്യക്തിക്കാണ് ഏറ്റവും അധികം പങ്കുള്ളത്. കാരണം അയാളാണ് കഴിഞ്ഞ 10 വർഷങ്ങൾ കേരളം ഭരിച്ചത്. അയാൾ നടത്തിയ ധൂർത്തുകൾ, വാടക ഹെലികോപ്റ്റർ, ഒരു ഗുണവുമില്ലാത്ത വിദേശയാത്രകൾ, അഴിമതികൾ, അങ്ങനെ എന്തെല്ലാം കാര്യങ്ങൾ പിണറായി വിജയൻ്റെ സർക്കാർ ഭരിച്ചിരുന്നപ്പോൾ നടത്തി. അതിൻ്റെയൊക്കെ ഫലമാണ് ഇപ്പോൾ കേരളം അനുഭവിക്കുന്നത്. 2016 പിണറായി വിജയൻ്റെ സർക്കാർ അധികാരം ഏറ്റെടുക്കുമ്പോൾ 1,53,000 കോടിയായിരുന്നു കേരളത്തിൻ്റെ കടമെങ്കിൽ ഇപ്പോൾ അത് 6 ലക്ഷം കോടിയായി വർദ്ധിച്ചിരിക്കുന്നു എന്നുള്ളതാണ്. എന്നിട്ടാണ് പറയുന്നത് കേരളത്തിൽ വികസനമുണ്ടാക്കി എന്ന് അന്തം കമ്മികൾ യാതൊരു എളുപ്പമില്ലാതെ തള്ളുന്നത്. ഇത്രയധികം പരാജയം ഏറ്റുവാങ്ങേണ്ടി വന്നതോടെ പരിഹാസപാത്രങ്ങളായി ജീവിക്കാനാണ് അന്തം കമ്മികളുടെ വിധി. ഇത് പലർക്കും ഉൾക്കൊള്ളാൻ കഴിയുന്നില്ല. ചിലരൊക്കെ മറ്റുള്ളവരെ തെറിവിളിച്ച് അതിൻ്റെ ഫ്രസ്ട്രേഷൻ തീർക്കുന്നു. മറ്റു ചിലരൊക്കെ പാർട്ടി തിരുത്തി മുന്നോട്ട് പോകണം, ഇനിയും പാർട്ടിക്ക് നിലനിൽപ്പുണ്ടാവണം, ഈ പാർട്ടിക്ക് ഒരു മുന്നോട്ട് പോക്ക് ആവശ്യമാണ് എന്നൊക്കെയുള്ള തരത്തിലൊക്കെ പലരും പ്രതികരിക്കുന്നുണ്ട്. പാർട്ടിയുടെ കീഴ്ഘടകങ്ങളിൽ വരെ ഇത്തരത്തിലുള്ള എതിർപ്പുകൾ ശക്തമായി തന്നെ ഉയരുന്നുണ്ട്. എന്തായാലും കൊല്ലം ശാസ്താംകോട്ടയിൽ നിന്ന് പാർട്ടിക്കുള്ളിൽ നിന്ന് തന്നെ വലിയ പരിഹാസ രീതിയിലുള്ള ഒരു എതിർപ്പാണ് ഉയർന്നിരിക്കുന്നത്, വിമർശനമാണ് ഉയർന്നിരിക്കുന്നത്. ശേഖര, നിന്റെ ഭാഷയ്ക്ക് ഒരു ശുദ്ധി വന്നിരിക്കുന്നു. ആവശ്യമായ സമയമെടുത്ത് നിർഭയമായി വിമർശിക്കാമെന്ന് സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ പറഞ്ഞതിനെ രാവണപ്രഭു സിനിമയിലെ മോഹൻലാലിൻ്റെ ഡയലോഗ് കൊണ്ടാണ് CPM ശൂരനാട് ഏരിയ കമ്മിറ്റിയിൽ അംഗങ്ങൾ വിമർശിച്ചത്. സംസ്ഥാന കമ്മിറ്റി അംഗം M വിജയകുമാർ പങ്കെടുത്ത കമ്മിറ്റിയിലാണ് നേതാക്കളുടെ ധാർഷ്ട്യത്തോടെയുള്ള പെരുമാറ്റത്തെ അംഗങ്ങൾ സിനിമാ സ്റ്റൈലിൽ പരിഹസിച്ചത്. ഈ നാട്ടിലെ പട്ടിക്കും പൂച്ചയ്ക്കും വരെ അറിയാം MLA ഇനി മത്സരിച്ചാൽ ജയിക്കില്ലെന്ന്. പക്ഷേ അതറിയാത്തത് MLAയ്ക്കും നമ്മുടെ പാർട്ടിയിലെ ചില നേതാക്കൾക്ക് മാത്രമായിരുന്നു. മേഘം സിനിമയിലെ ശ്രീനിവാസന്റെ സംഭാഷണം കൂടി ചേർത്താണ് കുന്നത്തൂരിലെ കനത്ത തോൽവിയെപ്പറ്റി വിമർശനമുയർന്നത്. പാർട്ടിയുടെ എല്ലാ ഘടകങ്ങളും ആവർത്തിച്ചു പറഞ്ഞിട്ടും അത് അംഗീകരിക്കാതെയാണ് കോവൂർ കുഞ്ഞുമാന് 6ാമതും അവസരം നൽകി സ്ഥാനാർത്ഥിത്വം ജനങ്ങളുടെ മേൽ അടിച്ചേൽപ്പിച്ചത്. സ്വീകരണ പര്യടനത്തിൽ പോലും പങ്കെടുക്കാതെ തോൽവി മുൻകൂട്ടി ഉറപ്പിച്ച മട്ടിലായിരുന്നു മണ്ഡലം നേതാക്കളുടെ പെരുമാറ്റം. വർഗീയതയ്ക്കെതിരെ പ്രസംഗിച്ച് നടന്നവർ തെരഞ്ഞെടുപ്പിൽ പരാജയം ഉറപ്പായതോടെ SDPI വോട്ടുകളുടെ പിന്നാലെ പോയത് വലിയ നാണക്കേടായി. ചരിത്രത്തിൽ ഇല്ലാത്ത തരത്തിൽ കുന്നത്തൂർ മണ്ഡലത്തിലെ പാർട്ടിയുടെ ഉറച്ച കോട്ടകൾ വരെ UDF തരംഗത്തിൽ ഒലിച്ചുപോയെന്നും ഈ അംഗങ്ങൾ ഈ കമ്മിറ്റിയിൽ അഭിപ്രായപ്പെട്ടിട്ടുണ്ട്. ഏരിയ കമ്മിറ്റി അംഗങ്ങൾക്ക് പോലും കയറി ചെല്ലാൻ പറ്റാത്ത തരത്തിലായിരുന്നു മുഖ്യമന്ത്രിയുടെ ഓഫീസിൻ്റെ പ്രവർത്തനം. PSC റാങ്ക് ഹോൾഡേഴ്സിൻ്റെ ദുരിതം നേരിട്ട് പറയാൻ ചെന്ന നേതാക്കളെ ഇനി ഇങ്ങോട്ട് വന്നേക്കരുതെന്ന് പേഴ്സണൽ സ്റ്റാഫ് താക്കീത് ചെയ്തു. എന്നാൽ ഇതേ സമയം കാര്യസാധ്യത്തിനെത്തുന്നവരുടെയും സർവീസിൽ നിന്ന് വിരമിച്ചവരുടെയും ലാവണമായി പാർട്ടി കമ്മിറ്റികൾ മാറിയെന്നും വിമർശനമുയർന്നു. കഴിഞ്ഞ 10 വർഷത്തിനിടയിലുള്ള പാർട്ടി നേതാക്കളുടെ ദുരൂഹമായ സാമ്പത്തിക വളർച്ചയെപ്പറ്റി അന്വേഷിക്കണമെന്നും ജില്ലാ സെക്രട്ടറി ഇനിയും തുടർന്നാൽ കൊല്ലം ജില്ലയിൽ പാർട്ടി ഇല്ലാതാകുമെന്നുമൊക്കെയാണ് ഈ ശാസ്താംകോട്ടയിൽ അംഗങ്ങൾ തുറന്നടിച്ചിട്ടുള്ളത്. ഇതൊക്കെ ഇവർക്ക് പോലും കാര്യങ്ങൾ മനസ്സിലായി. കാരണം ഈ പറയുന്ന പ്രാദേശിക നേതാക്കൾക്ക് പോലും നമുക്ക് ഒരിക്കലും ഊഹിക്കാൻ കഴിയാത്ത തരത്തിലുള്ള സാമ്പത്തിക വളർച്ചകൾ ഉണ്ടായെന്ന്. എന്തുകൊണ്ടാണ് ഈ പാർട്ടിയിൽ ഇപ്പോഴും പ്രാദേശിക തലത്തിൽ ആൾക്കാർ നിൽക്കുന്നത്? അവർ ചെയ്യുന്ന എന്ത് തെമ്മാടിത്തരങ്ങളെയും, എന്ത് അഴിമതികളെയും, എന്ത് തന്തയില്ലായ്മ തരങ്ങളെയും ന്യായീകരിക്കാനായി ഒരു പാർട്ടിയുണ്ട്. അതിനെ സപ്പോർട്ട് ചെയ്യാനായി ഇവിടെ ഒരു സർക്കാരും സംവിധാനവും ഉണ്ട് എന്നുള്ളൊരു ധാർഷ്ട്യത്തിൻ്റെ ഫലമായിട്ടാണ് ഈ പാർട്ടിയിൽ ആളുകൾ ഉണ്ടായിരുന്നത്. നോക്കൂ, എന്തെല്ലാം കുറ്റകൃത്യങ്ങൾ, ഏതൊരു കുറ്റകൃത്യങ്ങൾ എടുത്താലും, മയക്കുമരുന്ന് കടത്തായിക്കോട്ടെ, മയക്കുമരുന്ന് ഉപയോഗമായിക്കോട്ടെ, അതിൽ ശിശുപീഡനം, സ്ത്രീപീഡനം, മോഷണം, അഴിമതി, കൊല, കൊള്ളിവയ്പ്, ഏതെടുത്താലും അതിലൊരു അന്തം കമ്മിയുടെ കൈപ്പാട് പതിഞ്ഞിരിക്കും. ഉദാഹരണത്തിന് കായംകുളം MLA ആയിരുന്ന പ്രതിഭയുടെ കാര്യം തന്നെ എടുക്കാം. പ്രതിഭയുടെ മകനെ കഞ്ചാവുമായി എക്സൈസ് അറസ്റ്റ് ചെയ്തതാണ്. തിരുവനന്തപുരത്ത് മലയൻകീഴിൽ ഒരു DYFI നേതാവിൻ്റെ കയ്യിൽ നിന്ന് മൊബൈൽ ഫോണിൽ നിന്ന് കണ്ടെടുത്ത ദൃശ്യങ്ങൾ കണ്ട് പോലീസുകാർ പോലും ഞെട്ടി. അയാൾ നിരവധി പെൺകുട്ടികളോടൊപ്പം, പ്രായപൂർത്തിയാകാത്ത പെൺകുട്ടികളോടൊപ്പവും സഹപ്രവർത്തകരായ സ്ത്രീകളോടൊപ്പവും മയക്കുമരുന്ന് ഉപയോഗിക്കുന്നതും അവരെ ലൈംഗികമായി ചൂഷണം ചെയ്യുന്നതുമായിട്ടുള്ള ഒരു കാര്യങ്ങളൊക്കെ പുറത്തു വന്നിരുന്നതാണ്. വണ്ടിപ്പെരിയാറിൽ 6 വയസ്സുകാരിയെ പീഡനത്തിനിരയാക്കി കൊലപ്പെടുത്തിയ അർജുൻ DYFI നേതാവായിരുന്നു. ആലപ്പുഴയിലെ തന്നെ ഒരു ഷാനവാസ്, കരുനാഗപ്പള്ളിയിൽ വെച്ച് അയാളുടെ ലോറി നിരോധിത പുകയില ഉൽപ്പന്നങ്ങളുമായാണ് പിടികൂടിയത്. അയാളെ പാർട്ടിയിൽ നിന്ന് പുറത്താക്കി പിന്നീട് പാർട്ടിയിൽ തിരിച്ചെടുത്തു. അപ്പോൾ ഇതൊക്കെയാണ് പാർട്ടി. ഇവർക്കൊക്കെയുള്ള ഒരു നിലനിൽപ്പാണ് ഈ പാർട്ടിയുടെ അടിസ്ഥാനം. ഇവർക്കൊക്കെ അവരവരുടെ നിലനിൽപ്പ്, അതാണ് ഈ പാർട്ടിയെ ഇത്തരത്തിൽ അധപതനത്തിലേക്ക് എത്തിച്ചത്. എന്തായാലും ഇപ്പോൾ ഈ പ്രാദേശിക അന്തം കമ്മികൾ പോലും ഇത്തരത്തിലുള്ള ശക്തമായിട്ടുള്ള എതിർപ്പുകൾ ഉയർത്തുമ്പോൾ അത് ഇനി ഒരിക്കലും
CPM കേരളത്തിലേക്ക് മടങ്ങി വരില്ല എന്നുള്ളതിൻ്റെ സൂചനയാണെന്ന് മാത്രമല്ല, പിണറായി വിജയനെ പോലും ഇത്തരത്തിൽ തള്ളിപ്പറയുമ്പോൾ പിണറായി വിജയൻ തൻ്റെ കൈപ്പിടിയിലാക്കി വെച്ചിരിക്കുകയായിരുന്നു ഈ ഒരു പാർട്ടിയെ. പിണറായി വിജയനെയും ഗോവിന്ദനെയും പോലും കൈകാര്യം ചെയ്യാൻ ഇനി അണികൾ മടിക്കില്ല എന്നുറപ്പാണ്. കാരണം അവർക്ക് ചിന്താശേഷിയോ വിവരമോ വെള്ളിയാഴ്ചയോ ഇല്ലാത്ത കൂട്ടരാണ്.